വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഭൂമിയെ പറ്റി പറയുമ്പോഴും മനുഷ്യരാശിയെ പറ്റി പറയുക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മനുഷ്യൻ എങ്ങനെയാണ് വന്നത്, അതുപോലെ തന്നെ മതങ്ങൾ എങ്ങനെയുണ്ടായി, ജാതികൾ എങ്ങനെയുണ്ടായി എന്നൊക്കെ കൂടെ പറയണം. അതുപോലെ നമ്മൾ മനുഷ്യൻ്റെ മൈഗ്രേഷൻ, നമ്മൾ മനുഷ്യൻ എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് വന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ വരാൻ കാരണം, അതിൽ കളർ വ്യത്യാസങ്ങൾ വരാൻ കാരണം, അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ ഭാഷ, പല പല ഭാഷകൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നെല്ലാം പല കാര്യങ്ങളും ഭൂമിയെ പറ്റി പറയുമ്പോൾ ഈ കാര്യവും പറയണം. മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയണം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിപ്പം ഗ്ലോബലത്തിന് കണ്ടിട്ട് പറയാം, ഗ്ലോബലിൻ്റെ പറയാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ജീവൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ വെളിയിൽ നിന്ന് നമ്മുടെ പ്രൈമറി DNA എന്ന് പറയുന്ന, അല്ലെങ്കിൽ RNA എന്ന് പറയുന്ന സാധനം വെളിയിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ അതുള്ളൊരു ഇതിൻ്റെ പുറത്ത് പാസ് ചെയ്ത് പോയി, ഫുള്ളായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇതിൻ്റെ പുറത്ത് ഈ മനുഷ്യൻ ജീവൻ എന്ന് പറഞ്ഞൊരു അംശം വന്ന് വീഴുന്നതോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെത്താൻ ഭൂമിയിലുണ്ടായതോ ആവാം, രണ്ടും ആവാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോൾ അങ്ങനെ അത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലായിടത്തും വീണല്ലോ, എല്ലാ സ്ഥലത്തും വീണു. സ്ഥലത്ത് അവിടെ ഇതിങ്ങനെ ഫുൾ ഭൂമി നമ്മളൊരു കേക്ക് കവർ ചെയ്യുന്നത് പോലെ ഈ ജീവൻ എന്ന് പറഞ്ഞ ആ പാർട്ടിക്കിൾ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അപ്പം മണ്ണിൻ്റെ അടിയിൽ പോയത് ചെടിയായി, കടലിൽ പോയത് മീനായി, അങ്ങനെ പറയുമ്പോഴത്തേക്കും കടലിൻ്റെ അടിയിലോട്ടൊക്കെ പോകുന്തോറും ഈ താഴം കൂടുന്തോറും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ DNA RNA ഇങ്ങനെ യോജിച്ച് ജീവൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ക്രോമസോം പോലെ ആയിക്കഴിയുമ്പോഴും അത് ആ ഒരു ഭാഗത്ത് എന്തെല്ലാം ആ ചുറ്റുപാടുള്ളതിലെല്ലാം അനുസരിച്ച് അതിൻ്റെ ഷേപ്പും സൈസും എല്ലാം മാറും. കടലിൻ്റെ അടിയിലോട്ടൊക്കെ പോകുമ്പം, ആഴക്കടലിലോട്ട് പോകുമ്പോഴത്തേക്കും വെള്ളം അടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് ഇങ്ങനെ അടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മീനുകളെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഷേപ്പൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടായി വന്നതാണ്. അതുപോലെയാണ് ജീവജാലങ്ങളെല്ലാം, മനുഷ്യനും അങ്ങനെ തന്നെ. അപ്പം നമ്മളിപ്പം ഈ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂടടിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വീണിട്ട് ഇവിടെ വളർന്ന, അപ്പം നമ്മളത് ആദ്യം സിംഗിളായിരുന്നു, അതിങ്ങനെ മിക്സ് ചെയ്ത് പല 23 മനുഷ്യനായി, 22 ആയപ്പോഴത്തേക്ക് ചിമ്പൻസിയായി, 10-90 വേറെ സാധനം, ചെടിയാണെങ്കിൽ 120, അങ്ങനെ പല ഡൈനോസേഴ്സ്, അങ്ങനെ പല ആയല്ലോ. അപ്പോൾ അങ്ങനെ ആയത് ഇങ്ങനെ വന്ന് ഓരോ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എല്ലായിടത്തും വീണിട്ട് ആ എൻവയോൺമെൻറ്റ് അനുസരിച്ച് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ലക്ഷക്കണക്ക് വർഷം മുമ്പുള്ളതാണ് പറയുന്നത്. അന്ന് നമുക്കിവിടെ അതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ജാതിയോ മതമോ അല്ലെന്നുണ്ടെങ്കിൽ ദൈവങ്ങളോ ഒരു സാധനവും ഇല്ല. അന്ന് മനുഷ്യനെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇങ്ങനെ ഓർമ്മ, നമ്മുടെ ബ്രെയിനും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഓരോരോ കാലങ്ങൾ കഴിയും തോറും അങ്ങനെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അന്ന് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ബ്രെയിനും വളരെ ഒട്ടുമേ ഡെവലപ്ഡ് അല്ലായിരുന്നു. അന്ന് അറിയാമെന്നുള്ള കുഞ്ഞ് സിറ്റുവേഷനിൽ മാത്രമേ കാര്യങ്ങളും അറിയാവുമായിരുന്നു. അതാണ് എൻ്റെ സത്യം. അത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ അത് വലുതായി കഴിഞ്ഞ് നമുക്ക് ഇന്നേക്ക്, അതായത് ഇന്നിപ്പോൾ 2024 ഇന്നേക്കൊരു 8,000, 9,000 അല്ലെങ്കിൽ 10,000 വർഷം മുമ്പൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിവ് വന്നതും. അതിനു മുമ്പ് 10 മില്യൺ വർഷം മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. മനുഷ്യനല്ല, എല്ലാ ജീവജാലങ്ങളും ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ എവല്യൂഷനായിട്ട് വന്ന് നമുക്കൊരു ശരിക്കും നല്ല രീതിയിൽ നമുക്കൊരു ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ 10,000-2,000 വർഷത്തിന് ഇടയ്ക്ക് അതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇങ്ങനെ പേപ്പറുകൾ കണ്ടുപിടിക്കുന്നതും ഓരോരോ തീ കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ വന്ന് നമ്മളിപ്പോൾ കാണുന്ന സയൻസ് ഒരു 100-300 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പോൾ മാത്രമാണ് ഇത്രയും ഇന്ന് കാണുന്ന എല്ലാ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ നിന്നിട്ട് ഇവിടെ ഒരു മനുഷ്യൻ നിന്ന് മേളിലോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇത്ര സ്ഥലമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഭൂമി പരന്നിരിക്കുന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ മേളിലോട്ട് മാറി നിന്നപ്പോൾ ടെലസ്കോപ്പെല്ലാം കണ്ടുപിടിച്ചപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ അതേപോലെ അപ്പം ഈ ഏരിയയിൽ, ഈ ഇക്വേറ്ററിൻ്റെ ഏരിയയിൽ ചൂടടിക്കുന്നിടത്ത് കിടന്ന DNA വളർന്ന് വലുതാകുമ്പോൾ പൊതുവേ ഒരു ആൾക്കാർ ഈ ആഫ്രിക്കയുടെ ഈ നടുക്കൂടെ പോകുന്നത് ഇവിടെ ഇതുവഴിയെല്ലാം പോകുന്നിടത്തെല്ലാം ഇതുപോലെ ഇത് വളർന്നപ്പോഴത്തേക്കും വളർന്നു വരുന്നത് വെയിൽ കൊണ്ട് കൂടുതൽ സ്കിന്ന് ഡാർക്കായി വരും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ കൂടുതൽ ഡാർക്കായ ആൾക്കാർ ഇവിടെ കാണുന്നതും. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തൊക്കെ ഡാർക്ക്, മേളിലോട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് കുറയുന്നത് കൊണ്ട്, വെയിലടിക്കുന്നത് കുറവായിട്ട് സ്കിന്നും ഡാർക്ക്നെസ് മാറി വൈറ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ. അപ്പം നമുക്ക് ഈ എക്സ്പ്ലനേഷൻ നമുക്കിതെല്ലാം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഓരോ ലോക്കൽ എല്ലാ ഏരിയകളിലും ജീവൻ ഇങ്ങനെ ഉണ്ടായതിനു ശേഷം നമുക്ക് ഒരു ഇങ്ങനെ കൂടുതൽ നടക്കാനും കൂടുതൽ ഏരിയകളുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പതുക്കെ ഈ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ ആദ്യം കുറച്ചുകൂടെ മുമ്പ് നമുക്ക് കൂടുതൽ അറിവ് വന്ന, അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യരാശി കുറച്ചുകൂടെ മുമ്പ് പോയത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇത് വന്നു തുടങ്ങി. നമ്മുടെ ഈ ഭാഗത്ത് ഈ ഏരിയ, ഇറ്റലി ആ ഏരിയയിലൊക്കെയാണ് കുറച്ചുകൂടെ മുമ്പേ നമ്മൾക്ക് ഈ ക്രോമസോമിൽ കൂടുതലും മനുഷ്യൻ്റെ ക്രോമസോം കൂടുതൽ അറിവ് ഉണ്ടായ കാലങ്ങൾ. അപ്പം അങ്ങനെ അവിടെ നിന്ന് അപ്പം നമുക്ക് ഒന്നും എടുക്കാം. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഹിന്ദുമതം, അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മൊത്തത്തിൽ ഒരു മതമില്ല, എന്നാലും നമുക്കൊരു ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്ന സാധനങ്ങളിൽ അത് ആ രീതിയെല്ലാം ഉണ്ടായി. നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്, ഈ ഭാഗത്ത് ഇവിടെയൊക്കെയാണ്. അതായത് അവിടെ നമ്മൾക്ക് വിഗ്രഹാരാധന അങ്ങനത്തെയൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു രീതിയും നമ്മൾ അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദൈവമായിട്ടൊക്കെ ചിത്രീകരിച്ച് അങ്ങനെയൊക്കെ ആയതാണ് ഇവിടെയാണ് നമുക്ക് ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് വന്നത് വളരെ മുമ്പാണ്. അപ്പം അതിൻ്റേതായ അന്നത്തെ ഒരു 5000-6000 വർഷം മുമ്പുള്ള അറിവുകളുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടത്തുള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെയും കാലം പുരോഗമിക്കുകയും കുറച്ചുകൂടെ ഇത് വരികയും ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഇസ്ലാമിക സംസ്കാരവും അതുപോലെ തന്നെ മുഹമ്മദ് നബി അതുപോലെ തന്നെ ഈ യേശു ക്രിസ്തു എല്ലാം ജനിച്ച ഈ ഭാഗങ്ങളിലാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് അതായത് 2000 വർഷം മുമ്പ്, പിന്നെ 1700 വർഷം മുമ്പൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഈ ഓരോരോ നമ്മൾ ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അതുപോലെ തന്നെ ഖുർആനാണെങ്കിലും അതുപോലെ തന്നെ ബൈബിളാണെങ്കിലും എന്ത് വായിച്ചാലും അപ്പോൾ ഇതിനകത്തൊക്കെ ഇവരുടെ ഈ സംസ്കാരം അല്ലെങ്കിൽ ഉണ്ടായ ഏരിയയിൽ ഉള്ള കാര്യങ്ങളാണ് അവരതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇവർക്ക് ഇതിനപ്പുറം ഒന്നും വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ, ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇവരിവിടെ നിന്ന് പതുക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതിങ്ങനെ നടന്ന് ഇതുവഴി ഇങ്ങനെ നടന്ന് ഇവിടെ എല്ലാം വന്ന് അങ്ങനെയാണ് ഇവർ ഇന്ത്യയിലോട്ടും വരുന്നത്. ഇസ്ലാമിക സംസ്കാരമാണെങ്കിലും നമ്മുടെ പാശ്ചാത്യ സംസ്കാരം, ക്രിസ്ത്യൻ മതമാണെങ്കിലും ഇല്ല. അത് കഴിഞ്ഞ് ഇവർ ഇതുപോലെ പിന്നെ ഇങ്ങോട്ടൊക്കെ പതുക്കെ പിന്നെ നമുക്ക് അതായത് നമ്മൾ കുതിരയാണെങ്കിലും അങ്ങനെ പതുക്കെ ഓരോരോ വെസൽസ് കിട്ടിയോടുകൂടി കപ്പൽ പോലത്തെ ആണെങ്കിലും ഇപ്പോൾ പോർട്ടുഗീസുകാർ നമ്മുടെ ഇവിടെ നിന്ന് പോർട്ടുഗലിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ആയിട്ട് വരും. പോർട്ടുഗലിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് അവർ ഇവിടെ ഇതുവരെ ഇവിടെ കപ്പലില്ലാത്തതുകൊണ്ട് നമ്മളന്ന് കപ്പലിലൊന്നും കയറില്ലായിരുന്നു. അവരിങ്ങനെ വന്ന് അവരുടെ ആ ഭാഷയും പോർച്ചുഗീസുകാരും എല്ലാം ഇങ്ങോട്ട് പഠിക്കുക. അതേപോലെ നമ്മുടെ അമേരിക്ക കണ്ടുപിടിക്കാൻ ഇവരിവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ നോർമലി എന്തോന്ന് ഇപ്പം ഇവിടെ എന്തൊന്നും ആർക്കും അറിഞ്ഞുകൂടാന്നൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ, അതായത് നമ്മൾ ഒരു ക്രൂഡ് DNA വീണു, അത് കഴിഞ്ഞത് കമ്പൈൻ ചെയ്തു, ക്രോമസോമുകളായി, അത് കഴിഞ്ഞത് അപ്പോഴും തന്നെ അത് ഓരോരോ ജീവജാലങ്ങളായിട്ട് മാറി. പാറ്റാപ്പല്ലി, പൂച്ച, അങ്ങനെ മനുഷ്യൻ, അങ്ങനെ ഓരോരോ പല ടൈപ്പ് വെറൈറ്റികളായതിനു ശേഷം പിന്നെ അങ്ങനെ അതുപോലെ അതിൽ തന്നെ ഇങ്ങനെ പിന്നെ ഓരോ മനുഷ്യനിങ്ങനെ കൂടുതൽ കാലം കഴിയുന്നതോറും ഡെവലപ്മെൻ്റ് ആണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്നാലും അതിങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്താശക്തിയും കാര്യങ്ങളെല്ലാം ഇത് കൂടി വന്നതോടുകൂടി അതിന് ശേഷമൊക്കെയാണ് ഈ മതങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിന് 10 മില്യൺ വർഷം മുമ്പ് മതങ്ങളും ഇല്ലായിരുന്നു, ജാതിയില്ലായിരുന്നു, ഇതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ ദൈവങ്ങളെയും കാണാനില്ല. കാരണം അന്നൊന്നും അവർക്ക് അത്ര ചിന്താഗതിയില്ല. ഇപ്പോഴും മൃഗങ്ങളൊക്കെ തന്നെ അവർക്ക് ആ രീതിയിലൊന്നും ചിന്തിക്കാത്തതുകൊണ്ടാണ് അവരിന്ന് പ്രാർത്ഥിക്കാത്തതും അവർക്ക് ദൈവങ്ങളെ പറ്റി അറിഞ്ഞുകൂടാത്തതും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ഈ നമ്മുടെ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററിയിൽ 23 കിട്ടിയാൽ മാത്രമേ നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്നാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കി ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലോക്കൽ ഏരിയകളിൽ എന്തൊക്കെ നമ്മൾ ജോലി ചെയ്യും അതനുസരിച്ചാണ് നമ്മുടെ പിന്നെ ജാതികളുണ്ട്, ഈ മതങ്ങളുമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇപ്പം നമ്മളിപ്പം ആശാരിമാരെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇപ്പം നമ്മൾ തടിപ്പടിയിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആശാരിമാർ, അവർക്കൊരു പേരിട്ട് കൊടുത്ത് ആശാരി എന്ന്. മൂശാരി എന്ന് ഈ കുടം അങ്ങനെ ഉണ്ടാക്കുന്ന അവർക്ക് മൂശാരി എന്നൊരു പേരിട്ട് കൊടുത്തു. അങ്ങനെ തെങ്ങ് കയറ്റത്തിനൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു പേര്. അങ്ങനെ അവരുടെ ജോലി അനുസരിച്ചാണ്
പിന്നെ പിന്നെ ഇതിൽ ജാതി ഉണ്ടായത്. അപ്പം ബേസിക്കായിട്ട് അതിന് മുമ്പേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ പേടി കൊണ്ടും നമ്മൾ ചന്ദ്രനെ നമുക്ക് ഇടിമിന്നലിനെ പേടിയാണ്, പാമ്പിനെ പേടിയാണ്, അങ്ങനത്തെയൊക്കെയാണ്. അതിനെയെല്ലാം നമ്മളിങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു 2000 വർഷം മുമ്പ് അല്ലെങ്കിൽ 5000 വർഷം മുമ്പുള്ള അറിവിൽ നിന്നാണ് നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേസിക്കായിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഈ ജാതികളനുസരിച്ച് തിരിഞ്ഞു തുടങ്ങി. അതുപോലെ ഈ ജോലികളനുസരിച്ചാണ് ഓരോരോ മതം ജാതികളുണ്ടായി തുടങ്ങിയത്. അതേപോലെ തന്നെ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ കളറും ഇതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ഈ വെയിലടിക്കാത്തവരെല്ലാം വെയിൽ കൂടുതൽ അടിക്കാത്ത ഏരിയകളിലൊക്കെ വന്നവരൊക്കെ കളറ് വെള്ള കളറായി. ബാക്കി എല്ലാവർക്കും കൂടുതൽ ഇങ്ങോട്ടുള്ളവർ ഡാർക്ക് കളറായി, ബ്രൗൺ കളർ, പിന്നെ നല്ല ഡാർക്കായി. നല്ല ഡാർക്കായത് നമ്മൾ ഡീഗ്രോ എന്നൊക്കെ പറഞ്ഞ് കൂടുതലായിട്ട്, മറ്റേവർക്ക് ബ്രൗൺ നമ്മുടെ ഏരിയയിൽ, മറ്റേത് കൂടുതൽ ഇവർ എല്ലാം ബേസിക്കലി മനുഷ്യൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ നമ്മൾക്ക് അറിവ് കൂടുതൽ അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ ക്വാളിറ്റി വരുന്നത്. അറിവ് കൂടുതലാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കളർ വ്യത്യാസം വരുന്നതെന്നോ ജാതിയെന്നോ അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾ ഇന്നൊക്കെ കൂടുതൽ അറിവുണ്ട്, അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾക്ക് അറിവ് കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ. കാരണം ഇതൊക്കെ നമ്മൾ പിന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ബേസിക്കലി നമ്മൾ ജനിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ഇത് കാലമാണ് രസമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവർ ഓരോ ഏരിയകളിൽ നമ്മൾ കണ്ടതനുസരിച്ച് നമ്മൾ അന്ന് ആദ്യം ഈ 5000, 7000, 10000 വർഷം മുമ്പ് ഭാഷകളൊന്നുമില്ലായിരുന്നു. നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാനിനെ കണ്ടു കഴിഞ്ഞാൽ മാനിനെ പറ്റി അവിടെ പടം വരച്ചിടും. എന്നിട്ട് പറയും ഇത് മാനുള്ള ഏരിയയാണ്, അവിടെ പോയി പിടിക്കാൻ വേണ്ടി കുന്തത്തിൻ്റെ പടം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ. അതിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ ചൈനീസ് ഭാഷയൊക്കെ നമ്മൾ കണ്ടാൽ അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ്. അപ്പോൾ തമിഴാണ് ഏറ്റവും പഴയ ഭാഷ ഇവിടെ തെന്നിന്ത്യയിൽ. അവിടുത്തെ ഭാഷ അപ്പം ഇതിനെക്കൊണ്ടും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ആംഗ്യ ഭാഷകളിൽ നിന്നാണ് നമ്മൾ പിന്നെ ആ ചിത്രഭാഷകളിൽ നിന്നൊക്കെയാണ് ഭാഷ പഠിച്ചത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള കുറേ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം ഇതുപോലത്തെ ഒരു ഭാഷ കണ്ട് അത് ഇന്ന മാനെങ്കിൽ മാന് അങ്ങനെ പറഞ്ഞാണ് ആ ഭാഷ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ DNA വീണ് ആ വെള്ള കളറുണ്ടായവർ അവർ സംസാരിച്ചു ഇംഗ്ലീഷ് പോലെ, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇപ്പുറത്ത് വന്ന ഒരു ജർമ്മൻ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് ഹീബ്രു പോലെ, അങ്ങനത്തെ അറബി പോലെ, അങ്ങനെ ഓരോ ഭാഷകൾ പഠിക്കുക. അപ്പം ബേസിക്കലി ഈ സാധനങ്ങളെല്ലാവരും ഒന്നാണ്. ഈ വീണ സ്ഥലത്തിൻ്റെ ഉള്ള വ്യത്യാസവും ഈ എവിടെ അത് വീണതോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് തന്നെത്താൻ വളർന്നതോ ആവാം. കാരണം വെളിയിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് മൂടിയിട്ട്, കാരണം വെളിയിൽ നിന്ന് വന്നെന്ന് പറയാൻ കാരണം ജീവൻ ഇപ്പം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോഴതിന് വേറെ ഒരു കോൺട്രാ തർക്കമുണ്ട്. അതായത് അന്നത്തെ പ്രഷർ, അന്നത്തെ ടെമ്പറേച്ചറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ജീവൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ വെളിയിൽ നിന്ന് വന്നതും ആവാം, ഇവിടെ വീണ് തന്നെത്താനായിട്ട് ഇതിൽ നിന്ന് വന്നതും. അപ്പോൾ അവിടെ അവർ വളർന്നു വന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ലൈറ്റ് അടിക്കാത്ത ഒരു വെളുത്ത കളറായി, കൂടുതൽ ലൈറ്റുള്ള ഏരിയയിലോട്ട് വന്ന ഒരു കറുത്ത ബ്ലാക്ക്, കുറച്ചുകൂടെ ബ്ലാക്ക്, പിന്നെ അല്ലാത്തൊരു കുറച്ചുകൂടെ ഡാർക്കായി. അപ്പോൾ അതുപോലെയാണ് അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ തണുപ്പ് കാലാവസ്ഥ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഉള്ളവർക്ക് കൂടുതൽ നമുക്ക് ഇരുന്ന് ചിന്തിക്കാനും അങ്ങനെയുള്ളൊരു ശേഷിയെല്ലാം കൂടെ കൂടുതലുണ്ടാകും. കാരണം ഈ ചൂട് ഏരിയയിലോട്ടുള്ള വരുന്നവർക്ക് അധികം ചിന്തിക്കാനും അവർക്ക് അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതിൻ്റെ കഷ്ടപ്പാടിലോട്ടൊക്കെ എപ്പോഴും നമ്മൾ പോകുമ്പോൾ ബാക്കിയൊന്നും ചിന്തിക്കാനോ അങ്ങനെയുള്ള നേരമില്ല. അപ്പോൾ അവരൊക്കെ കുറച്ച് പിന്നിലായി പോകും. മറ്റേ കൂടുതൽ ഈ തണുത്ത നല്ല സുഖകരമായ കാലാവസ്ഥയിലൊക്കെ വീണ് വളർന്ന DNA കൂടുതൽ പെട്ടെന്ന് ചിന്തിക്കാനും അതുകൊണ്ടാണ് നമ്മുടെ ഈ കാണുന്ന ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സുഖസൗകര്യങ്ങളിലേക്ക് ബേസിക് സാധനങ്ങളൊക്കെ വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഈജിപ്റ്റ്, അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയ, അവിടെ ഈ ഏരിയകളിൽ നിന്നാണ് നമുക്കിതെല്ലാം കൂടുതൽ. ഈജിപ്റ്റൊക്കെ ഇച്ചിരി ചൂടുള്ള രാജ്യമാണ്, പക്ഷേ എന്നാലും പിന്നെ തണുപ്പുള്ള അവിടെ നിന്നെല്ലാം ഇങ്ങനെ പടർന്നു ആ അറിവാണ് എല്ലായിടത്തും പടർന്നു പോകുന്നത് ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലുള്ള ആയത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ. അപ്പോൾ ഇന്നലെ രസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കടലിലൊക്കെ പണ്ട് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കടൽ കടന്നവൻ കുഴപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ആലോചിച്ച് നോക്ക് ഭൂമിയിൽ. അപ്പോൾ നമ്മളന്ന് നിന്നും ഇത് കടൽ അപ്പുറത്ത് നിന്ന് കടയുണ്ട്, അവിടോട്ട് കയറിപ്പോകാന്നൊക്കെ നമ്മൾ പിന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ബോട്ട് വന്നതും അത് കഴിഞ്ഞിട്ട് വിമാനം വന്നതും, ബോട്ട് തന്നെ നമുക്ക് ആദ്യമൊന്നും അറിഞ്ഞുകൂടാ. മനുഷ്യന് ബോട്ടുണ്ടാക്കാനും എല്ലാം പിന്നെയാണ് പഠിക്കുന്നത് തന്നെ. തീ കണ്ടുപിടിച്ചതുപോലെ അങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോഴാണ് പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കി പല സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മളിതെല്ലാം പിന്നെ അത് വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ മാപ്പ് ഉണ്ടാക്കുന്നതും ഈ ഗ്ലോബിനെ പറ്റി ഗ്ലോബ് ഉണ്ടാക്കുന്നതും ഗ്ലോബ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞൊരു 10,000-2000 വർഷമൊന്നും ആവില്ല. 1000 വർഷത്തിനകത്തൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിനു മുമ്പ് 10 ലക്ഷം ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യനുണ്ട്, ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ
കൂടി വന്ന് 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 നമ്മുടെ ഈ പരിണാമ സിദ്ധാന്തം വഴി ഇങ്ങനെ ആയി വന്നപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ കൂടുതൽ വികസിക്കുകയും ബാക്കി മൃഗങ്ങളുടെയൊക്കെ ബ്രെയിൻ ആ പഴയ കാലഘട്ടം വികസിക്കുന്നുണ്ടായിരിക്കും, കുറച്ചായിട്ടേ നിൽക്കുന്നുള്ളൂ. നമ്മൾ കൂടുതൽ വികസിച്ചതിന് ശേഷമാണ് നമുക്കിത് മനസ്സിലായത്. ഇപ്പം ഇവിടെ ഇറങ്ങി നോക്കിയാൽ കടലാണ്, ഇത് ഭൂമി ഉരുണ്ടാണ് ഇരിക്കുന്നത്, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്, അല്ല ഗ്രഹമല്ല. അങ്ങനെയും പിന്നെ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇവിടെ എല്ലാം അപ്പം അതുപോലെ രസം പറഞ്ഞാൽ ബൈബിളിലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ തുടങ്ങുമ്പോഴും പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ബൈബിളൊക്കെ ഈ ഏരിയയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭൂമി പരന്നാണ് ഇരിക്കുന്നത്, അത് അപ്പോൾ ഇതിനൊക്കെ തർക്കം വരും. അതെല്ലാം കാരണം അതിനകത്ത് അന്നത്തെ അറിവിലാണ് അവരത് പറയുന്നത്. അതുപോലെ തന്നെ ആദവുകയാണ് ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അവർ വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ കുറേ കറുത്ത ആൾക്കാർ, അപ്പോൾ കറുത്ത ആൾക്കാരല്ലേ നേരത്തെ ഉണ്ടാക്കി, അത് കറക്റ്റാണ്. എന്ന് കഴിഞ്ഞാൽ കറുത്ത ആൾക്കാരാണ് ആദ്യം വന്നത്, അല്ല ആദവുകയല്ലേ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കറുത്ത് നമ്മുടെ ബേസിക്കലി ഈ DNA വീണ് ഉണ്ടായ ജീവജാലങ്ങളാണ് എല്ലാവരും. അപ്പോൾ പിന്നെ അതിലൊരു പർട്ടിക്കുലർ ആളെ ഒന്നും ദൈവം പ്രത്യേകിച്ച് സൃഷ്ടിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒന്നിച്ചാണ് ഉണ്ടായത്. ഒന്നിച്ചുണ്ടായതിന് ശേഷം അതിങ്ങനെ നീങ്ങി പോകുന്ന. അതുപോലെ തന്നെ ഈ ആചാരങ്ങളൊക്കെ എല്ലാം എടുത്താലും എല്ലാം അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ വെച്ച്, ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ വെച്ചാണ്. അല്ലാതെ അവർക്ക് ഗ്ലോബലായിട്ടോ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇതുപോലെ ഐസ് പാളി വരുന്നതും അതിനകത്ത് ഇങ്ങനെ തിക്കാറ്റ് വരുന്നതും ഐസ് എന്തോന്നാണെന്ന് ഉണ്ടാവും തന്നെ അറിയാൻ തന്നെ ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത് ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് തന്നെ. ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഐസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഡീറ്റെയിൽസൊക്കെ. അതുപോലെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മളിതിങ്ങനെ മുൻകാല ചരിത്രങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് പിടികിട്ടുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ എല്ലാ ആൾക്കാരും, ജീവജാലങ്ങളും മനുഷ്യനും എല്ലാം ഒന്നാണ്. ഞാനും ഒരു സെല്ലാണ്. ബേസിക്കലി മോളിക്യൂൾസാണ്, ആറ്റമാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഷേപ്പ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം എന്നിട്ട് ഇതിൻ്റെ മൈഗ്രേഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഇപ്പം നമ്മൾ ഈജിപ്റ്റ് ആ ഏരിയയിലൊക്കെ ഇതുപോലെ ആദ്യം അവർക്കൊരു അറിവുള്ള, അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ബൈബിളിൻ്റെ സംഭവങ്ങൾ അവരത് അവിടെ സ്പ്രെഡ് ചെയ്യാൻ, ഇത് അവർക്ക് അട്രാക്റ്റഡായപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ലോകം മുഴുവൻ കൊണ്ട് നടക്കുകയും. അതുപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരം ഏകദേശം അവിടെ ഈ സൗദി ആ ഏരിയയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ അവർക്കത് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കുറേ വർഷങ്ങൾ, അത് മനുഷ്യരാശി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി. അന്ന് ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് അറിവ് നേടി വന്നപ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടായത് നമ്മുടെ. എന്നിട്ട് അതുപോലെ നമ്മളും അങ്ങനെയാണ്. നമ്മുടെ ഇതിനകത്ത് പണ്ടുണ്ടായിരുന്ന റോ ആയിട്ടുള്ള കുറേ സാധനങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മധുര, അതുപോലെ തന്നെ മധുര, അവിടുത്തെ ഗുജറാത്ത് ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാമായണവും മഹാഭാരതം എല്ലാം ആണെങ്കിലും അവിടുത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഏരിയയാണ് പറയുന്നത്. ബൈബിളാണെങ്കിൽ അപ്പുറത്ത്, സൗദിയാണെങ്കിൽ ഇത്. ഇവർക്കൊന്നും ഇതെല്ലാം അന്നത്തെ ഒരു കാലഘട്ടം 10,000-2000 വർഷം മുമ്പ്, 5,000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അറിവിലുണ്ടായിരുന്ന ഏരിയകളെ പറ്റിയാണ് അറിയുന്നത്. അപ്പം നമ്മളിതൊന്നും കൊള്ളില്ല എന്നൊന്നും പറയണ്ട. പക്ഷേ ഇതിനകത്തൊക്കെ അത്രയ്ക്കുള്ള അവരുടെ അറിവ്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മൈഗ്രേഷൻ നടക്കുമ്പോഴാണ് എല്ലായിടത്തോട്ടും നമ്മളിങ്ങനെ പോകുക. ഇപ്പോഴിപ്പോൾ കൂടുതൽ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇപ്പോൾ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം നമ്മുടെ ഭൂമി ഒരു കരതലാമരകം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിരിക്കുന്ന നെല്ലിക്ക പോലെ ഒരു കുഞ്ഞായി മാറി. എവിടെ വേണോ നിമിഷം നേരം കൊണ്ട് നമുക്ക് അങ്ങോട്ട്, നിമിഷമല്ല കുറച്ച് സമയം എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ പറ്റും. ഗൂഗിളെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ക്രോം പോലെ സാധനം ഉണ്ടാക്കി, കമ്പ്യൂട്ടർ കണക്ട് ചെയ്തു, കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തു, ഇൻ്റർനെറ്റ് ഉണ്ടാക്കി, ഇൻ്റർനെറ്റ് വഴി നമ്മുടെ അറിവുകൾ എല്ലാവർക്കും നിമിഷ നേരം കൊണ്ട് പകർന്നു കൊടുക്കുകയും ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ എന്തും കിട്ടും. പക്ഷേ എന്നാലും ആൾക്കാർ ഈ ബേസിക് ആയിട്ടുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ ബേസിക് അറിവില്ലായ്മയിൽ നിന്നുണ്ടായ കാര്യങ്ങൾ ഇവിടെ അവർക്ക് ഭയങ്കര മടിയാണ്. കാരണം അത് സമൂഹം അല്ലെങ്കിൽ അവരുടെ ചുറ്റുകൂടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും, എന്ത് മടിക്കും എന്നൊക്കെ പറഞ്ഞാണ് അവർ അതിൻ്റെ ഒരു കെട്ടിൽ നിന്ന് മാറാത്തത്. കാരണം നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ എന്തെല്ലാം എല്ലാവരും പറഞ്ഞ പോലെ ലൈറ്റ് വന്നതോടുകൂടി പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ അപ്രതീക്ഷയെന്ന് പറഞ്ഞാൽ അറിവ് വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി കടലിൽ പോകണതൊന്നും പാവമൊന്നുമല്ല, കടലിൽ പോകുന്നത് അങ്ങനത്തെ ഇല്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലോബിന് നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഇപ്പോഴാണ് ഈ ഇൻ്റർനെറ്റിൻ്റെതും ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് അടിച്ചു നോക്കി എന്ത് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിള്ളേർക്ക് രസകരമായിട്ട് പറഞ്ഞു കൊടുക്കാനും പലർക്കും ഈ പറഞ്ഞ പോലെ ജാതിയും ഇപ്പോൾ ഒരാളുടെ ഞാനിപ്പോൾ ചോദിച്ചു പുലയരാണ്, പുലയനെന്ന് ഞാൻ എന്താണ്, അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടെ താഴ്ന്ന ജാതിക്കാരൻ. ഞാൻ പറഞ്ഞാൽ അല്ല, അതിൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, പുല എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്ത ഒരാളാണ് എന്നാണ്. അപ്പോൾ ഇവർക്ക് ഇത്ര പോലും മതം എങ്ങനെ ഉണ്ടായി, ജാതി എങ്ങനെ ഉണ്ടായി എന്നൊന്ന് വിശ്വാസം അറിഞ്ഞുകൂടാന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വിറ്റ്.
കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാമെങ്കിലല്ലേ ഇതെല്ലാം മാറുള്ളൂ. അപ്പം നമ്മളിങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ജോലികളനുസരിച്ചാണ് ഓരോരോ ഇപ്പം തെങ്ങി കയറുന്ന ആൾക്കാരുടെ ജോലി അനുസരിച്ച് ഒരു തണ്ടാനെന്ന് വെച്ചിട്ട് അവരൊരു ജാതിയായി അങ്ങനെയാണ്. നമ്മുടെ സ്വർണ്ണത്തിൽ പണിയണാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ അതിൻ്റെ ഒരു ആശാരിയായി ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യൻ ബേസിക്കലി ഒന്നാണ്. പിന്നെ നമ്മൾ ജോലി ചെയ്തതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയിൽ കൊണ്ടപ്പോൾ കറുത്ത് ബ്രൗൺ അങ്ങനെ ആയതും പിന്നെ അപ്പോൾ വൈറ്റെല്ലാം ആയത് അങ്ങനെ. അവർക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ പോളണ്ടിലെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതായിട്ട് ഞാനിങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ 20 ലക്ഷം പേർക്ക് നമ്മുടെ അവിടെ നിന്ന് യുക്രൈനിൽ നിന്ന് അഭയം കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇവർക്കൊന്നും അവർ ഈ വൈറ്റ് കളറും നോക്കിയിട്ടാണ് അഭയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കളറോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം ഇത് നമ്മൾ എന്ന് പറഞ്ഞ ബേസിക് ക്യാരക്ടർ എല്ലാവർക്കും ഒന്നാണ്. പിന്നെ അറിവ് വ്യത്യാസം വരും പലർക്കും, അത് സമ്മതിച്ചു. അറിവുകൾ അവർ ചെയ്യുന്ന അനുസരിച്ച് കൂടുതൽ സോഫ്റ്റ്വെയറാണ് അറിവ് ഫീഡ് ചെയ്ത് നമ്മൾ വ്യത്യാസം ഉണ്ടാക്കും. പക്ഷേ ഈ അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സെയിമാണ്, ഒരു വ്യത്യാസമില്ല. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയിലോ അല്ല ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നല്ലവരാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചീത്തവരാണ് അല്ലെങ്കിൽ പഠിച്ചവരാണ് പഠിക്കാത്തവരാണെന്ന് പറയാനേ ഒക്കില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം മനുഷ്യൻ്റെ ബേസിക് ക്യാരക്ടേഴ്സും, കാരണം ഇപ്പം നമ്മൾ എന്ത് അനലൈസ് ചെയ്ത് നോക്കും, ഈ കാണുന്ന ലോകത്തുള്ള എവിടെ ചെന്നാലും ക്രോമസോം അനലൈസ് ചെയ്താൽ 23 തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഇവരുടെ ബേസിക് ക്യാരക്ടേഴ്സ് മലം പോവുക, മൂത്രം പോവുക, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ സെക്ഷൽ ക്രേവിങ്സ് ആണ്, എല്ലാം സെയിമാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് അങ്ങനെയാണ് ഈ ഭൂമിയുടെ പറ്റിയുള്ള ഒരു മനുഷ്യരാശിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു പഠനം. അതുപോലെ രസമാണ് ഈ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഓരോരോ ഈ പോകുന്ന ജീവികളും ട്രാൻസ്ഫോം. ഞാൻ പറഞ്ഞില്ല, കടലിൻ്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നിറം. ഇപ്പം ഡാർക്ക് താഴോട്ടാവുന്നതോറും പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര കുറവാണ്, ഭയങ്കര മാസമായിട്ട് ഭയങ്കര വലിയ സാധനങ്ങൾ, വെയിൽ പോലത്തുള്ള ഭയങ്കര വലിയ സാധനം. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ ഒരു പെരുകാനായിട്ട് സ്ഥലമുണ്ട്. ഭൂമിക്ക് വെളിയിൽ വെച്ച് നമ്മുടെ ഇതിന് കടലിൻ്റെ വെളിയിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പോകുന്നതുകൊണ്ട് എല്ലാം കൊച്ചു ജീവികളായത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ച് നമ്മൾ മാറിയെന്നേ ഉള്ളൂ. ഒരു മീനും നമ്മളും ഒരുപോലെ, ഒരു സിംഹമാണെങ്കിൽ എല്ലാം ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മുടെ അറിവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് നമുക്ക് 23 ക്രോമസോം കിട്ടിയത് കൊണ്ടാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഡോക്ടറോ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇങ്ങനെയൊന്നും ആയെന്ന് പറഞ്ഞാൽ എല്ലാവരും സെയിം തിങ്ങാണ്, ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഈ മനുഷ്യരാശിയുടെ ഒരു ചെയിനിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഇത് വളർന്ന് നമ്മുടെ DNA വളർന്ന് വന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടം കൂടി അങ്ങനെ കുറച്ച് പേരുടെ കയ്യിൽ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടിയ ഏരിയ ഉണ്ട്. ഇപ്പം അങ്ങനെ ഇപ്പോൾ റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും പിന്നെ പിടിച്ചടക്കിയത് കൊണ്ട് കേട്ടോ, അങ്ങനെ കുറേ കൂടുതൽ സ്ഥലങ്ങൾ കിട്ടിയവരുണ്ട്. അതും ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ. അവർ കൂടുതൽ വെൽത്ത് ഉണ്ടാക്കി, അതിൽ നിന്ന് അവർ കൂടുതൽ സൗകര്യങ്ങളുണ്ടാക്കി, അതനുസരിച്ച് അവർ കൂടുതൽ റിസർച്ച് ചെയ്യാൻ നടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു 400-500 വർഷത്തിലെ സയൻസ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആദ്യം ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നതും വെപ്പൺസ് കണ്ടുപിടിക്കുന്നതും അതെല്ലാം അവർ കണ്ടുപിടിച്ച്. അത് പിന്നെ നമുക്കങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി എല്ലായിടത്തും ആയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാനവ രാശിയുടെയൊക്കെ ചരിത്രങ്ങൾ. അപ്പോൾ ഇനി അടുത്ത് ഇതേപോലെ ഗ്ലോബിനെ പറ്റിയുള്ള വേറെ കുറച്ച് രസകരമായ വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം.